അങ്ങനെ മാനസയുടെയും സൂര്യയുടെയും വീഡിയോ കണ്ട് ആകെ കട്ട കലിപ്പിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ സേതു. അവൻ ഭാവനയോട് പറയുന്നുണ്ട്, ഭാവന നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോണം, സൂര്യ വരാനൊന്നും നീ കാത്തു നിൽക്കേണ്ട. അപ്പോൾ ഗായത്രി പറഞ്ഞു, അതല്ല ഇത് നല്ല കൂത്ത്, നീ തന്നെയല്ലേ അവളോട് പോവണ്ട ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞത്, നീ തന്നെ ഇത്ര പെട്ടെന്ന് ധൃതി പിടിക്കുന്നത് എന്തിനാ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ സേതു പറയുന്നുണ്ട്, അതൊന്നുമല്ല അമ്മേ, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ ഇനി അവൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല, വേഗം നീ അവിടേക്ക് പോകണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നത്, സേതുവേട്ട സൂര്യ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മാത്രമല്ല സൂര്യ എല്ലാവർക്കുള്ള ഡ്രസ്സുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും സന്തോഷത്തിൽ കൂടി സൂര്യയുടെ കൈക്കൊണ്ട് തന്നെ കൊടുക്കുന്നത് സൂര്യയുടെ ഒരു ആഗ്രഹമല്ലേ സേതുവേട്ട. അതിനിടയിൽ ഞാൻ എന്തിനാത്ര ധൃതി പിടിച്ച് പോകുന്നത്, എല്ലാവരും ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും, സൂര്യ വരട്ടെ എന്ന് തന്നെ പറയാൻ കേട്ടോ അവളെ. അപ്പോൾ ജാനകിയും വിജയപത്മനൊക്കെ പറയുന്നുണ്ട്, അതെ സേതു, നീ എന്തിനാ ധൃതി പിടിക്കുന്നത്, നീ തന്നെയല്ലേ പറയാറ് ഭാവന വേണം ഈ വീട്ടിൽ ഓണത്തിന്, അവളുടെ കൈക്കൊണ്ട് വേണം എനിക്ക് കൈനീട്ടം വാങ്ങാൻ എന്നൊക്കെ, എന്നിട്ട് നീ എന്തിനാ മോനെ ഇങ്ങനെ എന്നൊക്കെ പറയാണ്. അപ്പോൾ സേതുയോട് പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ് വല്യച്ഛ, അല്ല ഞാൻ സൂര്യയെ കാണാഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആക്കി തീർക്കാട്ടോ അവന്. എങ്കിലും സേതുവിന്റെ മനസ്സിൽ ആ വലിയ തിരമാല തന്നെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തനിക്കെല്ലാമെല്ലാമായ പ്രിയപ്പെട്ട പെങ്ങളുടെ ജീവിതം വഴിയാധാരമാകുമോ എന്ന് പേടിയായിരുന്നു കേട്ടോ സേതുവിന്. അതുകൊണ്ട് തന്നെ ഭാവന ഇല്ലാതെ ഒരു നിമിഷം പോലും സൂര്യ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്നൊരു ഉദ്ദേശമായിരുന്നു അവനുണ്ടായിരുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടതിനിടയിലാണ് സൂര്യ അവിടേക്ക് വരുന്നത്. അപ്പോൾ വിജയപത്മനും ജാനകിയൊക്കെ ചിരിച്ചുകൊണ്ട് പറയാണ്, ദാ വന്നല്ലോ സൂര്യ, സൂര്യക്ക് 100 ആയുസാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ടുകൊണ്ട് സൂര്യ ചോദിക്കുകയാണ്, എന്ത് പറ്റി, എന്നെ കുറിച്ച് എന്താണ് ഇവിടെ സംസാരിച്ചത്? അല്ല, സേതു പറയായിരുന്നു ഭാവനയോടെ സൂര്യ വരാനൊന്നും കാത്തു നിൽക്കണ്ട, നീ അങ്ങോട്ടേക്ക് പൊക്കോ എന്ന്. അപ്പോൾ ഭാവന തന്നെയാ പറഞ്ഞത് സൂര്യ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് ചോദിക്കുക, അതെന്താ സേതു ഏട്ടാ, പെങ്ങൾ ഇവിടെ നിന്ന് മതിയായോ? അപ്പോൾ സേതു പറയുന്നുണ്ട്, അല്ല സൂര്യ, ഞാൻ വെറുതെ ഓണമല്ലേ അവിടെയും വേണ്ട ആഘോഷങ്ങൾ എന്ന് കരുതി പറഞ്ഞതാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും ആ ചർച്ച പെട്ടെന്ന് വിടുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ വണ്ടിയിൽ നിന്നും ഒരുപാട് കവറുമായിട്ടൊക്കെ വരികയാണ്. എന്നിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് അവരുടെ കൈകളിലേക്ക് സന്തോഷപൂർവ്വം തന്നെ വിഷു കൈനീട്ടമായിട്ട് സൂര്യയുടെ വക ഡ്രസ്സ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവസാനം വിജയപത്മനും ജാനകിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവരുടെ കണ്ണുകൾ നിറയാണ്. ഒരു വിഷുവായിട്ട് സ്വന്തം മകളുടെ മകന്റെ കയ്യിൽ നിന്നും ഒരു പുടവ പോലും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ഭാവനമോൾ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടായല്ലോ എന്നൊക്കെ പറയാണ്ട് അവര്. നല്ലൊരു ദിവസമായിട്ട് ഇതിനെ മൂട് കളയല്ലേ വല്യച്ഛ എന്ന് പറഞ്ഞ് ഭാമയും ഭരത്തൊക്കെ അതങ്ങ് മാറ്റിയെടുക്കുകയാണ്. പിന്നീട് അവരെല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ സൂര്യ പറയുന്നുണ്ട്, ഭാവന എങ്കിൽ നമുക്ക് തിരിച്ചു പോകാം, എല്ലാവരും അവിടെ നീ വരുന്നത് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എന്നിട്ട് വേണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാവനയും പറയുന്നുണ്ട്, അതെ സൂര്യ നമുക്ക് ഇറങ്ങാം, ഇനി വൈകിപ്പിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ അവൾ ഗായത്രിയോടും വല്യമ്മയോടും വല്യച്ഛനോടും സേതുവിനോടും സഹോദരന്മാരോടും എല്ലാവരും യാത്ര പറയാൻ കേട്ടോ. അപ്പോൾ ഗായത്രിയും സേതുവൊക്കെ പറയുന്നുണ്ട്, ഭാവന നീ സൂക്ഷിക്കണേ, വിഷു ആണെന്ന് കരുതി നിന്റെ കാര്യം നീ തന്നെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയാണ്. അതൊക്കെ എനിക്കറിയില്ലമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് തന്നെ പറയാൻ കേട്ടോ ഭാവന തിരിച്ചു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് സന്തോഷപൂർവ്വം അവർ വണ്ടിയിൽ കയറി യാത്രയാവുകയാണ്. അതേസമയം സൂര്യയുടെ വീട്ടിലാവട്ടെ സദ്യക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രസീത വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്, ഇനി അവരിങ്ങ് എത്തിയാൽ മതി, നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ ഏട്ടത്തി എന്ന് പറയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അതെ അവരിങ്ങെത്തും, പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂര്യ പറഞ്ഞത്, നമുക്ക് എല്ലാം അങ്ങ് ടേബിളിൽ വിളമ്പി റെഡിയാക്കി വെക്കാം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ജയെ, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഈ വിഷു നമ്മൾ എന്തായാലും പൊടി പൊടിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അതെ അതെ എന്നും പറഞ്ഞ് ജയ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് അജയൻ വരുന്നുണ്ടെടുത്ത് പ്രസീതയെ പതിയെ വിളിക്കാൻ, പ്രസീതയെ വാ. എന്നിട്ട് പ്രസീതയും കൂട്ടി അവർ മുകളിൽ ബാൽക്കണിയിൽ പോയി നിൽക്കുകയാണ്. ശേഷം അവൻ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയൊരു ബോട്ടിൽ എടുക്കാൻ കേട്ടോ. എന്നിട്ട് പ്രസീതയെ കാണിച്ചു കൊടുക്കുകയാണ്. പ്രസീത ഇത് ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മൾ ഭാവനയ്ക്ക് വേണ്ടി കരുതി വെച്ച് വരുന്ന ആ മരുന്ന്. എന്നാൽ സുനിലാകട്ടെ ഇവരുടെ ഓരോ മൂവ്മെന്റും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ സംസാരിക്കുന്നതെല്ലാം തൊട്ടപ്പുറത്ത് നിന്ന് തൂണിന്റെ മറവിൽ നിന്നും അവൻ കേൾക്കുകയാണ്. അങ്ങനെ അജയൻ പുറത്തെടുത്ത ആ ബോട്ടിൽ അവൾ കാണാൻ കേട്ടോ. അയ്യടാ ചതിയന്മാരെ, തോളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെവി തിന്നുന്നു, നിങ്ങൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം എന്നൊക്കെ അവൻ മനസ്സിൽ പറയാണ്ടോ. അതേസമയം പ്രസിദ്ധ പറയുന്നു, അല്ല അജയേട്ടാ ഇന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അജയൻ പറഞ്ഞു, എന്താ പ്രസിദ്ധ നീ ഒന്നും അറിയാത്തതുപോലെ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തില്ലേ, പായസത്തിൽ കലക്കി ഭാവനയ്ക്ക് കൊടുക്കണം, അത് ഭാവന വന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നതിന് ശേഷം ഭാവനയുടെ പായസത്തിൽ മാത്രം ഇത് കലർത്തിയിട്ട് അവളുടെ അടുത്ത് കൊണ്ടുപോയി തന്നെ വെക്കണം, ആ കാര്യത്തിൽ നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പ്രസീത, അതെല്ലാം ഞാൻ ഏറ്റു അജയേട്ടാ, നമ്മൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് കൊണ്ട് ഒന്നും കൂടി എളുപ്പമായി എന്ന് പറയാണ്. അങ്ങനെ അജയൻ ആ ബോട്ടിൽ പ്രസീതയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ പ്രസീത അതുമായിട്ട് അടുക്കളയിലേക്ക് എത്തുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയും സൂര്യ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ സന്തോഷപൂർവ്വം ദേവനും ജയയും എല്ലാവരും അവരെ ആനയിച്ച അകത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ.